ഈ സമുദായത്തിലേക്ക് യഹൂദികൾ കടത്തിക്കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളെ കുറിച്ച് മുമ്പേ മുന്നറിയിപ്പ് നൽകിയതാണ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദി നസറാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തേ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് സമുദായമേ, ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് ശക്തമായി വിരോധം നൽകുന്നു. അലാ ഫഇന്നി അൻഹാകും അൻ ദാലിക. ഞാൻ നിങ്ങളോട് അക്കാര്യത്തെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പിലൂടെ അത് വിരോധിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ കാര്യം ശിയായിസത്തിന്റെ ലേബലിൽ മുസ്ലിം ലോകത്തേക്ക് കടന്നുകയറി. അങ്ങനെയാണ് ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്തരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാമിൽ ഖബറുകളുടെ എണ്ണം കൂടിയത്. അങ്ങനെയാണ് ഖബറുകളുടെ മേൽ പെയിന്റടി വന്നത്. അങ്ങനെയാണ് ഖബറുകളിൽ മേൽ തുണി മൂടുന്ന സംസ്കാരം വന്നത്. അങ്ങനെയാണ് ഖബറിന്റെ അടുക്കൽ ബറക്കത്തിന് വേണ്ടി വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം വന്നത്. അങ്ങനെയാണ് ഖബറുകളെ ചുംബിക്കുകയും മുത്തുകയും തടവുകയും ചെയ്യുന്ന സമ്പ്രദായം വന്നത്. അങ്ങനെയാണ് ഖബറുകൾക്ക് ചുറ്റും തവാഫ് പ്രദക്ഷിണം വെക്കുന്ന സമ്പ്രദായം വന്നത്. അങ്ങനെയാണ് ഖബറാളികളോട് വിളിച്ച് തേടുന്ന സംസ്കാരം വന്നത്. ഷിയായിസത്തിലൂടെ ജൂദായിസം കൊണ്ടുവന്ന ആചാര വിശ്വാസങ്ങളായിരുന്നു അതെല്ലാം. മാത്രമല്ല